അപ്പോൾ അടുത്തത് ഗൂഗിൾ ഓണാ കേട്ടോ. അതെല്ലാം ചെറിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഞങ്ങൾ ലക്ഷ്യ സ്ഥാനത്ത് എത്താൻ പോവാണ് ഗൈസ്. അത് തള്ളി വിട്ടിക്കണം നമ്മള്. എന്തായാലും ഒരു മാസത്തിലെ ജ്യൂസിന് വെക്കൂല. അതൊക്കെ നിങ്ങൾ ഇന്നെ നോക്കി പറഞ്ഞോളൂ, ഇതിക്ക് നോക്കി പറഞ്ഞോളൂ. എന്നാലേ വീഡിയോ എത്ര ഏസിൻ്റെ അടുത്തൊന്നുമല്ല. എ സി ഓഫ് ഗ്ലാസ് ആദ്യമൊക്കെ രണ്ട് തണുപ്പാണ്. നല്ല തണുത്ത കാറ്റാണ്. ഒക്കെ മാറി ഞാൻ വാങ്ങിയിട്ടില്ല. വട്ടഞ്ചിക്ക് ഉണ്ട്, ഞാൻ വാങ്ങിയില്ല. ഏറ്റവും വൈകണ അസ്ലമാണ് ഒരു തീരെ കൊയങ്ങാത്താണ്. കാരണം നടന്നിട്ടില്ല. ഇത് അപ്പുറം റോഡ് പണി നടക്കാണ്. അതാണ് പഴയ റോഡ്. ആ റോഡ് മാറ്റി പുതിയ റോഡ് ഉണ്ടാക്കിയതാ മതി. ഇവിടെ പുതിയ പഴയ റോഡ് വരും വളവാണ്. അവിടെ സൂര്യാവിടെ ചെയ്തതൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ 3:05 ഇങ്ങോട്ട് എത്തിക്കും. അത് ആരോട് പറഞ്ഞു? നമ്മൾ പോണ വഴിയിലുള്ള സ്ഥലത്തേക്ക് നമ്മളൊന്ന് കേറി മണ്ണിടിച്ചിൽ ഉള്ളത് കൊണ്ട് ബീഫ് ഉണ്ടാക്കണേ. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെ വണ്ടി വലിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ട് വലിയ സ്പീഡിൽ കയറാം. നീലക്കുറിഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ സഗ്വായി രണ്ട് സൈഡൊക്കെ നോക്കി കാഴ്ചകൾ കാണി. നാളെ നിങ്ങൾ ഞങ്ങളത് പറയുമ്പോ ആ ഉണ്ടായിനൊന്ന് ചോദിച്ചു. ഉണ്ടാവാൻ കുറച്ച് ഞാൻ പെരുമ്പൊട്ടിച്ചില്ലേ ഒന്നും മറന്നുകൂല. ചക്രശ്വാസം വെച്ച് അത് നമ്മളില്ലല്ലോ, നമ്മളാരും വെച്ചിട്ടില്ല. നമ്മള് കൂളായിട്ട് കയറിയില്ലേ. പിന്നെ പറഞ്ഞ ഞാൻ പറയാ അടിപൊളി പള്ളിയാകണം ഇവിടെ. അതെ, ഇവിടെ ലോറിയും കൂടി കാണാല്ല. ലോറിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിലേ കിടപ്പാടം വെക്കണ്ടടുത്ത് സഹകരണ ആൾക്കാരുണ്ടോ എല്ലാരും? ആ ചങ്ങായി ആടേറ്റ് പോകുമ്പോ നമ്മക്കൊരു പാട്ടിട്ടാണ് കാരണം വിട്ടിട്ട് നമുക്ക് രണ്ടാൾക്കാർക്ക് മൂന്നാൾക്കാർക്ക് ആയി പോന്ന കുറച്ച്. ഇല്ല, അപ്പൊ ഞങ്ങൾ എത്തിയില്ല. അപ്പൊ ഞങ്ങൾ എത്തുള്ളൂ വിളിച്ചാണ് ചെങ്ങ ചോദിച്ചത്. ഓനെ നമ്മോട് പോരാ ചോദിച്ചോ? ഞങ്ങള് ഏകദേശം രാവിലെ 3 മണി മുതൽ തുടങ്ങിയ യാത്ര വൈകുന്നേരം അസർ 4:15 ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നതാണ് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴാണ് പറയപ്പെട്ട 3 ആയിട്ടാ. ഇപ്പൊ പറയപ്പെട്ട 3 ആര് പറഞ്ഞു? നമ്മളെ ഷെയ്ഖ് അസ്ലം മുതലാളി. വീഡിയോ പിന്നെ കുട്ടി അപ്പോൾ ആൾക്കാർ അസ്ലമിനെ ചോദിച്ചു ഏതാണ് അസ്ലം എന്താ ഫോട്ടോ അല്ല വീഡിയോ ഉണ്ട് മനസ്സിലാ. അതെ
ഞാൻ അടുത്ത വീഡിയോയിൽ വെളുത്ത് സുന്ദരന്മാരായിട്ട് വരും. കാരണം ഇവരൊക്കെ കുടിച്ചതൊക്കെ പാത്തിലായി കുങ്കുമപ്പൂവൊക്കെ പോയി. കുങ്കുമപ്പൂ കാണാൻ തന്നെ ഞങ്ങൾ കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷനിലാണ്. അങ്ങടാണ് ഇങ്ങടാണ് ഇങ്ങടാണ് നമ്മൾ ഇങ്ങോട്ട് പോകും. സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കേ ഞങ്ങൾ എത്തും. എത്ര രാജാക്ക? 1.7 കിലോമീറ്റർ ബാക്കി. ആ അത്ര ഉണ്ടാ. സിറ്റി തന്നെ കേട്ടോ, നമ്മൾ വിചാരിച്ചിട്ടല്ല അല്ലേ. നമുക്ക് 1 കിലോമീറ്റർ പോവാണ്ട് അത് ഉള്ളിക്കാൻ തന്നെ ഉള്ളൂ. അങ്ങനെ ടയോട്ട തിരിച്ചില്ല അവിടെ കയറാം. ഇവിടെ റോഡ് തിരിയുണ്ട് കേട്ടോ. ഇതിലെ ടയോട്ട പോയത് 750 മീറ്റർ കിട്ടി അടുത്തോട്ട് കൊടുത്താൽ അടുത്തടുത്ത റോഡ് കഴിഞ്ഞു. ഇതാ ഞങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇത് ഇറങ്ങുന്നുണ്ടോ? 10-13 മണിക്കൂർ യാത്ര കഴിഞ്ഞാണ്ട് ചെറുക്കന്മാരെ ഇറങ്ങട്ടെ. ഏകദേശം ഞങ്ങൾ എത്തി, പുറത്തെത്തി. അബഹ അപ്പോൾ ക്ഷീണം മാറ്റല്ല, എല്ലാവിധ സംഗതികളുണ്ട്. ഓ എല്ലാവരും വെള്ളം ചോറൊക്കെ വെച്ച് കഴിഞ്ഞു.